KPCC AIC നിലപാട് അറിയിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണം എന്ന നിലപാട് KPCC AICC അറിയിച്ചു എന്നാണ് ഇപ്പോൾ സലീം മാലിക് പറഞ്ഞത്. സലീം, അപ്പോൾ ഏതാണ്ട് പൂർണ്ണാർത്ഥത്തിൽ ഷഫീദ് റാവുത്തറാണ്. ഷഫീദ്, അപ്പോൾ പൂർണ്ണാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്നുള്ള കൺസെൻസസിലേക്ക് KPCC എത്തുന്നു. ഇതിനകത്ത് ഇവിടെ കൺഫ്യൂഷൻ ഒന്നുമില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഷഫീദ്? അതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടിയാലോചനകൾ നടന്നത്. വി ഡി സതീശൻ, സണ്ണി ജോസഫ്, അതേപോലെ ചെന്നിത്തല അടക്കമുള്ള മുതിർന്ന നേതാക്കളുമായി നടത്തിയ കൂടിയാലോചനയ്ക്കൊടുവിലാണ് KPCC നേതൃത്വം ഇപ്പോൾ രാഹുൽ രാജിവെക്കണം എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. നമുക്കറിയാം, പാർട്ടിക്ക് മുൻപിലെത്തിയ പരാതികളിൽ ചില പരാതി, ആ പരാതി വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല അത് പാർട്ടിക്ക് വേണ്ടപ്പെട്ട ഒരു നിമിഷം ഷഫീദ്, ഇപ്പോൾ ബി ദിലീപ് കുമാർ കൂടി സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നമുക്കൊപ്പം ചേരുകയാണ്. ദിലീപ്, പറയൂ. SKN രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാംഗത്വം രാജിവെക്കണം എന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ഒറ്റക്കെട്ടായിരിക്കുകയാണ്. എല്ലാ നേതാക്കളും ഗ്രൂപ്പ് ഭേദമന്യേ ഇക്കാര്യത്തിൽ ഒരുമിച്ചിരിക്കുന്നു. കോൺഗ്രസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഷാഫി പറമ്പിൽ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിക്കുന്നത്. മറ്റു മുതിർന്ന നേതാക്കളെല്ലാം, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മുൻ KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തല, നിലവിലെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. അതിനിടെ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർണായകമായ തീരുമാനമെടുത്തിരിക്കുകയാണ്. 24 ഈ വാർത്ത പുറത്തുവിടുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്ന നിലപാടാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റേത്. ഇക്കാര്യം അല്പസമയത്തിനകം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ കോൺഗ്രസ് ഹൈക്കമാൻഡ്, കോൺഗ്രസ് ദേശീയ നേതൃത്വം അറിയിക്കും. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. ദേശീയ തലത്തിൽ തന്നെ വോട്ടർ അധികാർ യാത്രയുമായി ബന്ധപ്പെട്ട് ബീഹാറിലാണ് രാഹുൽ ഗാന്ധി. പക്ഷേ ആ വാർത്തയ്ക്ക് ലഭിക്കുന്ന പ്രാധാന്യത്തെക്കാൾ ദേശീയ മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അതിൽ ഖിന്നരാണ്. അവർ ഇക്കാര്യത്തിൽ കർശന നടപടി സ്വീകരിച്ചേ മതിയാകൂ എന്ന നിലപാടെടുത്തിരിക്കുകയാണ്. അങ്ങനെ ഈ വിഷയം അവസാനിപ്പിക്കുക എന്നതാണ്. കാരണം വോട്ടർ യാത്ര ഇനിയും ബീഹാറിൽ തുടരുന്നുണ്ട്. മറ്റ് നിരവധി വിഷയങ്ങൾ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് മുന്നിലുണ്ട്. അപ്പോഴെല്ലാം അതിനെയൊക്കെ മറികടക്കുന്ന വിധത്തിൽ ഇത്തരം വാർത്തകൾ വരുന്നത്, അതും കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് നിന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം അടുത്ത തവണ ഭരണം ലഭിക്കും എന്ന വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന സംസ്ഥാനമാണ് കേരളം. അങ്ങനെയൊരു സംസ്ഥാനത്ത് ഇത്തരം വാർത്തകൾ വരുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് ഗുണകരമല്ല എന്ന വിലയിരുത്തലാണ് ഹൈക്കമാൻഡിനുള്ളത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചേ മതിയാകൂ എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് ദേശീയ നേതൃത്വം എത്തുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ഏതു സമയവും ഉണ്ടാകാം. കോൺഗ്രസ് ദേശീയ നേതൃത്വം ആ നിർദ്ദേശം സംസ്ഥാന ഘടകത്തിന് നൽകിക്കഴിഞ്ഞു. സംസ്ഥാന ഘടകമാണ് ഇനി ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത്. SKN ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു സമവായത്തിലേക്ക് കോൺഗ്രസ് നേതാക്കൾ കടന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പലതരത്തിലുള്ള പരാതികൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. ഇതിനെ പ്രതിരോധിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ KPCC ഇക്കാര്യം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. സതീശൻ കൊല്ലത്ത് എത്തിയിട്ടുണ്ട്. അദ്ദേഹം കൊല്ലത്തെത്തിയ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. KPCC നേതൃത്വം രാഹുലിനെ കൈവിട്ടു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഷഫീദ് റാവുത്തർ ടെലിഫോൺ ലൈനിലുണ്ട്. ഷഫീദ്, അങ്ങനെയുള്ളൊരു നീക്കമാണോ ഇപ്പോൾ ഇന്ദിരാഭവനിൽ നടക്കുന്നത്? ഇദ്ദേഹത്തിൻ്റെ രാഹുലിൻ്റെ രാജി ഏതാണ്ട് ഉറപ്പാകുന്നു എന്ന രീതിയിലുള്ള സൂചനകളാണോ പല ഭാഗത്തു നിന്നും വരുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് വേറെ വഴിയില്ല. അതായത് രാജി എഴുതി കൊടുത്ത പുറത്തേക്ക് പോവുകയെന്നല്ലാതെ മറ്റൊരു വഴിയില്ല. കാരണം ഗൗരവമേറിയ വിഷയമെന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തിയിട്ടുണ്ട്. രാജി ചോദിച്ചു വാങ്ങാനും ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീരുമാനം വൈകിപ്പിക്കരുതെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ രാഹുലിനെ എത്ര പ്രതിരോധിച്ചാലും രാഹുലിന് സ്ഥാനത്ത് തുടരാൻ കഴിയില്ല. ആ തീരുമാനത്തിലേക്ക് KICCയും അതേപോലെ തന്നെ KPCCയും എത്തിച്ചേർന്നിട്ടുണ്ട്. മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനം KPCC അറിയിക്കട്ടെ എന്നുള്ളതായിരുന്നു AICCയുടെ നിലപാട്. എന്നാൽ KPCCയുടെ നിലപാട് ഇനിയും രാഹുലിനെ ഈ വിധത്തിൽ കൊണ്ടു നടന്നാൽ അത് പാർട്ടിക്ക് വലിയ തരത്തിൽ ദോഷം ചെയ്യും. പ്രത്യേകിച്ച് നിയമസഭാ അടക്കം മുന്നിൽ വരുന്ന ഒരു പശ്ചാത്തലത്തിൽ അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകും. ചിലപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ KPCC നേതൃത്വം നേതാക്കൾ കൂടിയാലോചിച്ച് തീരുമാനിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് AICC നേതൃത്വത്തെ ഈ വിഷയത്തിൽ ഇനി ഒരു നിലപാട് മാറ്റവുമില്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്നുള്ള കാര്യം AICC അറിയിച്ചത്. ഇതിന് പിന്നാലെയാണ് AICC രാജി ചോദിച്ചു വാങ്ങാൻ തീരുമാനിച്ചത്. മുൻപ് ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരൊറ്റ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമില്ല.
ഷാഫി പറമ്പലിന്റെ മയപ്പെട്ട പ്രതികരണം ഒഴിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഒറ്റയ്ക്കാണ്, ഏകനാണ്, പാർട്ടിയിൽ ഏകനാണ്. ഗോഡ്ഫാദർമാർ ആരും തന്നെ രാഹുലിനെ ചേർത്ത് പിടിക്കുന്നില്ല. മുഴുവൻ മുതിർന്ന നേതാക്കൾക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതിൽ തെറ്റുണ്ട്, അദ്ദേഹം പുറത്തേക്ക് പോകണം, ആരോപണ വിധേയൻ ഇനി പാർട്ടിക്കകത്ത് നിൽക്കണ്ട, സ്ഥാനത്ത് നിൽക്കണ്ട എന്നുള്ള തീരുമാനം തന്നെയാണ്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ KPCC തീരുമാനം, നിലപാട് AICC അറിയിക്കുകയും AICC രാജി ചോദിച്ചു വാങ്ങുകയും ചെയ്ത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കുറച്ച് തെളിവുകൾ അതുകൂടി വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരാനിരിക്കുകയാണ്. പ്രത്യേകിച്ച് ചില സ്ക്രീൻഷോട്ടുകൾ, ചില വിവരങ്ങൾ, അതൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ് എന്ന് രമേശ് ചെന്നിത്തല തന്നെ KPCC പ്രസിഡന്റിനെ ഉൾപ്പെടെ അറിയിക്കുന്ന സാഹചര്യമുണ്ടെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ആ തെളിവുകൾ പുറത്തു വരും മുൻപ്, പാർട്ടിക്ക് കൂടുതൽ പരിക്ക് പറ്റും മുൻപ് ആ തീരുമാനത്തിൽ നിന്ന്, ആ നിലപാടിൽ നിന്ന് പാർട്ടി വീണ്ടും ചിന്തിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് രാജി ചോദിച്ചു വാങ്ങാൻ ഇപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് രാഹുലിന് മറ്റു വഴികളും ഉണ്ടായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.